സ്നേഹിതരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്ന് കരുതി. അപ്പോഴോ പള്ളിയിലേട്ടൊക്കെ വന്നപ്പോൾ അവിടെ നമസ്കാരമൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാവരോടൊപ്പം പ്രാർത്ഥനയിലേക്ക് പങ്കെടുത്ത് നമ്മുടെ ഹൃദയവും മനസ്സൊക്കെ ഒന്ന് തണുപ്പിച്ച് നേരെ പള്ളിക്ക് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കാണാനിടയായത്. അതായത് പണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പെന്നറിയത്തില്ല, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു വരിക്കപ്ലാവ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാനാണ് ഇവിടെ ഈ പ്ലാവ് നട്ടത്. അപ്പോൾ നല്ലതുപോലെ കാഴ്ചയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെ ഒരു സന്തോഷം. സർട്ടാവ് അപ്പോൾ നമ്മളെയല്ലോ ഈ ഇത് വിൽക്കാൻ കാരണമാക്കിയത്. അപ്പോൾ താഴെയൊക്കെ നല്ല രീതിയിൽ ചക്ക പിടിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നട്ട ഒരു സാധനത്തിൽ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. ഇത് കണിയാപുരം മദീന മസ്ജിദിൽ പോകുന്ന വഴിയാണ്. അതോടൊപ്പം തന്നെ ദുർഗാ ഭഗവതി ക്ഷേത്രം കണിയാപുരം അങ്ങോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയപ്പോൾ ഒരു ദുഃഖം തോന്നി. അതായത് ഇതുവരെയ്ക്കും ഇവിടുത്തെ ഈ വഴി കുറച്ചൊരു 100 മീറ്ററേ ഉള്ളൂ. വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെമ്പറോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർ ഈ വഴി ഒന്ന് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് ആൾക്കാർ കണിയാപുരത്തിൻ്റെ മെയിൻ ഭാഗമാണ് റാഹ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡ് വഴി കിടക്കുന്ന വഴി ഒരു 100 മീറ്ററേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ലപോലെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. ഇത് ഒരു മെയിൻ ഭാഗമാണ് കണിയാപുരത്തിൻ്റെ. അതിനുശേഷം നേരെ നമ്മൾ മോൻ്റെ സ്കൂള് ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അവനെ വിളിക്കാനായിട്ടൊക്കെ പോയി. ഇത് ഓക്സ്ഫോർഡ് കിഡ്സ് കണിയാപുരം എന്ന് പറയും. അവിടെ വണ്ടിയൊക്കെ ഉണ്ട്. അത് മോൻ വരികയാണ്. അപ്പോൾ മുകളിലുള്ള മോൻ്റെ കൂട്ടുകാർക്കൊക്കെ അവൻ സ്കൂളൊക്കെ അടച്ചുകൊണ്ട് ടാറ്റയൊക്കെ പറയുകയാണ്. മുകളിൽ കൂട്ടുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ബൈ ബൈ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവൻ ഇറങ്ങുകയാണ്. പിന്നെ അവിടെ നിന്നൊക്കെ വീട്ടിൽ പോയി. ഇന്ന് വൈഫിൻ്റെ വീട്ടിൽ നോമ്പ് തുറയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഇവിടെ നോമ്പ് തുറയും ലഹരി വിരുദ്ധ സമ്മേളനവും കാണുകയുണ്ടായി. എല്ലാവർക്കും നന്മ വരട്ടെ.